പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഉള്ളിവടയും ചമ്മന്തിയും എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള, കുറച്ച് പച്ചമുളക്, കറിവേപ്പില, ഒരു പൊട്ട് ഇഞ്ചി ഇതൊക്കെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉള്ളിവടയുടെ മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് മുരിങ്ങയിലയാണ്. അപ്പോൾ കുറച്ച് മുരിങ്ങയില ചേർത്ത് കൊടുക്കുക. നേരത്തെ കറിവേപ്പില ചേർത്തപ്പോഴും ചെറുതായി അരിഞ്ഞിട്ടാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. ഇത് അമ്മായിയാണ് ഉണ്ടാക്കണേ. അപ്പോൾ ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് ഈ ഒരു ഉള്ളിവട ഉണ്ടാവുക. ഇനി ഇതിലേക്ക് കുറച്ച് കടലപ്പൊടി ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് മാത്രമേ ചേർക്കണുള്ളൂ. ഇപ്പോൾ ഇതിലൊരു 4 ടേബിൾ സ്പൂണോളം കടലമാവ് ഉണ്ടാവും. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു ഉള്ളിവടയിലേക്ക് മെയിനായിട്ട് വേണ്ടത് മൈദമാവാണ്. അപ്പോൾ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1/2 കപ്പ് മൈദപ്പൊടിയിലേക്ക് 1/4 കപ്പ് കടലമാവേ ചേർത്തിട്ടുള്ളൂ. കടലമാവ് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. അപ്പോൾ എത്ര മൈദയാണ് ചേർക്കണേ അതിനനുസരിച്ച് ചേർക്കുക. ഒരു 1/2 കപ്പ് മൈദയിലേക്ക് 1/4 കപ്പ് കടലമാവ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കടലപ്പൊടി ചേർത്തിട്ടുള്ള വെള്ളമാണ്. സാധാ വെള്ളത്തിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. സാധാ വെള്ളം ഉപയോഗിച്ചിട്ട് കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ വീഡിയോ എടുക്കാൻ ചെന്നപ്പോഴേക്കും അമ്മായി ഉള്ളിയും ഇഞ്ചിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് അതിലേക്ക് കടലപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് അരിച്ചെടുത്തതാണ്. അതുകൊണ്ടാണ് ഈ ഒരു വെള്ളത്തിന് മഞ്ഞ കളർ വരാൻ കാരണം. കടലപ്പൊടിയാണ് അതിലുള്ളത്. അപ്പോൾ നിങ്ങൾ സാധാ വെള്ളം എടുത്തിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് നന്നായി വെള്ളം ചേർത്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കായം പൊടി ചേർത്ത് കൊടുക്കുക. കായം പൊടി ഇപ്പോൾ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നേരത്തെ കുറച്ച് പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എരിക്കനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലിപ്പോൾ തൈരോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. എന്നാൽ പോലും ഇത് നല്ല സോഫ്റ്റായിട്ടാണ് ഉണ്ടാവുക. നമുക്ക് ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ആ ഒരു പരുവത്തിലാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ പരുവം കാണിച്ചു തരാം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പരുവം നല്ല ലൂസായിട്ടല്ല നല്ല ടൈറ്റായിട്ടല്ല, അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് വേണ്ടത്. നല്ല ലൂസായി പോകരുത്. അപ്പോൾ ഈ ഒരു പരുവമാവുന്നത് വരെ വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 2.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 2 മണിക്കൂർ വെച്ചാൽ മതി. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. സ്പൂണിൻ്റെ ആവശ്യമൊന്നുമില്ല, കൈ വെച്ചിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എണ്ണ ചൂടായിട്ട് ഇടുന്ന നേരത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിന് ശേഷം ലോ ഫ്ലെയിം ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇത് എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി വരും. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 മണിക്ക് ചായക്ക് ഫ്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ തൈര് ഒന്നും തന്നെ ചേർക്കണില്ല. അതേപോലെ ദോശമാവ് ചേർത്തിട്ടില്ല. എങ്കിലും നല്ല സോഫ്റ്റായിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഒരു 2 മണിക്കൂറെങ്കിലും ഇത് കൂട്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു കളറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതാ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കുക. ഉള്ളിവട എല്ലാതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. അത് അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. വെള്ളമൊന്നും ചേർക്കാതെ അടച്ചെടുക്കുക. തക്കാളിയിലുള്ള വെള്ളം തന്നെ മതിയാവും. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് ചൂടാവുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇളക്കി കൊടുക്കുക. ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. തിളക്കാറാവുമ്പോൾ തീ ഓഫാക്കുക. അങ്ങനെ ഇതാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ഉള്ളിവടയും ചമ്മന്തിയും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്, ചായക്കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലാണുള്ളത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്